ഹായ് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിളവ് കണ്ടോ? ചീര വിളവെടുത്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കിട്ടുമെന്ന്. കൃഷി ചെയ്യുമ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. വീട്ടിലുള്ള അടുക്കളയിലുള്ള ഈ ജൈവാവശിഷ്ടങ്ങൾ, പച്ചക്കറീൻ്റെയും നമ്മളെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ, കഞ്ഞിവെള്ളം, മുട്ട, ചെറുനാരങ്ങ, അങ്ങനെയുള്ള പലതിൻ്റെയും വേസ്റ്റെല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്തതാണ് കേട്ടോ. രാസവളം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത്രയും ചീരയുണ്ട്. കുറച്ച് വെണ്ടയ്ക്കയും കിട്ടി. നമുക്ക് തുടർച്ചയായിട്ട് വിളവെടുക്കണം എന്നുണ്ടെങ്കിൽ ചീര കണ്ടോ ഇത്രയും ഹൈറ്റ് വെച്ചിട്ടാണ്. ഇതിന് ശാഖകളുണ്ട്. 1, 2, 3, 4, 5, 6. ഇനി ഇതിൻ്റെ സൈഡിലേക്കൂടെ ഉപശാഖകൾ വരും. ഇത്രയും ഹൈറ്റ് വെച്ച് മുറിച്ചാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം. നമുക്ക് ഇതുണ്ട്, വളർച്ച കണ്ട്. ഞാനെല്ലാം തന്നെ ഇത്രയും ഹൈറ്റ് വെച്ചിട്ടാണ് മുറിച്ചെടുത്തേട്ടാ. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് നിൽക്കൊന്നും വേണ്ട. നമുക്കിതിന് ഈ പറയുന്ന ലൈനുകളെല്ലാം ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ വിളവെടുക്കാം. തിന്ന് മടുക്കും. കൊടുക്കാനുള്ളവർക്ക്, ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കുക. വലിയൊരു ചീര കണ്ട മുറിച്ചെടുത്തിട്ട് ഇനി ഒരു 4 ദിവസം കഴിയുമ്പോൾ ഇതിൽ തന്നെ കിട്ടും ഒരു പിടി. പിന്നെ ഈ ശാഖകളെല്ലാം ഉണ്ടായിട്ടാകുമ്പോണ്ടല്ലോ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ എന്താ ഇതിനത്രയാ കണ്ട ഒരു ചെടിയായി. ഇതിൻ്റെ തല സൈഡിൽ നിന്ന് മുറിച്ചു കൊടുത്താൽ വീണ്ടും ഞങ്ങളീ പറയുന്ന അടുക്കള വളപ്രയോഗമെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് പോകും. മുറിച്ചെടുക്കുക, വളം പ്രയോഗിക്കുക. മൂപ്പ് വരുന്നതിനിടക്കായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് വളം പ്രയോഗിച്ചുകൊണ്ടേയിരിക്കണം. വളം എന്ന് പറഞ്ഞാൽ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെല്ലാം കളയുന്ന സാധനമല്ലേ. കാണാനും ഭംഗി. വൈകുന്നേരം ഒരു 20-25 മിനിറ്റ് നമുക്ക് സമയം ചെലവഴിക്കാം. മുളകെല്ലാം കണ്ട് ആസ്വദിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുളക് ചെടി ഈ വെള്ള മുളകാണ്. നല്ല എരിവെല്ലുണ്ട്. നമുക്ക് ചുവന്ന ചീര വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ വിത്താകാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്.